Hello everyone, welcome to my channel. In today's episode, we are going to explore the streets of Delhi. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. കരോൾ ബാഗ് മാർക്കറ്റ് ഉണ്ട്, സരോജിനി മാർക്കറ്റ് ഉണ്ട്. And without shopping, our Delhi vlog will be incomplete. ഫസ്റ്റ് നമ്മൾ സരോജിനി മാർക്കറ്റാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. Let's see how it goes. Currently, I am in Karol Bagh. ഇവിടെ നിന്ന് നമുക്ക് സരോജിനി മാർക്കറ്റിലേക്ക് പോകണം. So I am taking Karol Bagh metro to Sarojini Market. Let's go. I am currently here in Karol Bagh. We have to go somewhere here. So we'll take the metro from here to this place, Rajavri Garden, and from there we will connect to Sarojini Nagar. ഇപ്പോൾ നമ്മളുള്ളത് സരോജിനി മാർക്കറ്റിലാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷാണ്. സൺഡേസിൽ യൂഷ്വലി ഭയങ്കര റഷായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സൺഡേസിൽ ഇവിടെ ഭയങ്കര റഷാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ സൺഡേസിൽ വരാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഷോപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. സോ നമ്മൾ സരോജിനി മാർക്കറ്റ് എല്ലാം പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. ഇറ്റ് വാസ് റിയലി റഷ്. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നിങ്ങൾ സരോജിനി മാർക്കറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ സൺഡേ അല്ലാത്ത വേറെ ഏതെങ്കിലും ദിവസം പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് സൺഡേ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾക്ക് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായ സ്പീഡിൻ്റെ ലൈക്ക് ഒരു 50% കുറവേ നമുക്ക് പറ്റുള്ളൂ. ലൈക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങനെ തള്ളിയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഒത്തിരി സാധനങ്ങൾ ഇഷ്ടപ്പെട്ടത് കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷെ ഇനിയും ഞാൻ പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറി ഒരു റൈറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ ഒരു 5-6 കട, ലൈക്ക് കുറേ ഡ്രസ്സുകളും ടോപ്സൊക്കെ കിട്ടുന്ന കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഷോപ്പ് ചെയ്തു. അതല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് പിന്നെ ലോട്ടസ് ടെമ്പിളും കൂടെ പോകണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഡൽഹിക്ക് ട്രിപ്പ് നിൽക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിൽ ഐ വുഡ് സേ ഒരു ദിവസം സരോജിനി നഗറിന് വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ കരോൾ ബാഗിലേക്കൊക്കെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കരോൾ ബാഗ് മാർക്കറ്റിനേക്കാളും കൂടുതൽ ഓപ്ഷൻ നിങ്ങൾക്ക് സരോജിനി മാർക്കറ്റിലാണ് കിട്ടുക. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിങ്ങൾ അഗെയിൻ ഐ എം ടെല്ലിങ്, നിങ്ങൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ you have to spend one whole day in സരോജിനി മാർക്കറ്റ്. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ലോട്ടസ് ടെമ്പിളാണ് പോയത്. ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ അതിൻ്റെ അകത്തൊന്നും കാണാനില്ല ഇൻ ദ സെൻസ് അവിടെ അങ്ങനെ ഒരു ടെമ്പിളിൻ്റെതായ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. പകരം അവിടെ ഒരു എന്താ പറയുന്നത്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാം. അതിൻ്റെ അകത്ത് വർത്താനൊന്നും പറയാൻ പാടില്ല, ഒച്ചൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും അകത്തേക്ക് കയറുമ്പോൾ. വീഡിയോ എടുക്കാൻ പാടില്ല. ജസ്റ്റ് അവിടെ നമുക്കിങ്ങനെ കുറച്ച് സീറ്റ്സ് ഉണ്ട്. അവിടെ ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാം. അകത്ത് നല്ല തണുപ്പാണ്, മാർബിളൊക്കെ ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങളൊരു 10-15 മിനിറ്റ് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കുറേ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ബേസിക്കലി ഞങ്ങളൊരു 1 hour കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് ടെമ്പിൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലോട്ടസ് ടെമ്പിൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 hour മാക്സിമം അതിന് മതി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 1 hour സ്പെൻഡ് ചെയ്യാവുന്ന സമയമേ അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. And now it is 8 o'clock in the night. ഞങ്ങൾ
ജമാ മസ്ജിദ് ആൻഡ് ചാന്ദിനി ചൗക്ക് പോവാണ്. അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല, ബട്ട് ലെറ്റ്സ് സീ. ചാന്ദിനി ചൗക്കും ജമാ മസ്ജിദും ഒക്കെ സെയിം രീതിയിലാണ്, ലൈക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ്. So, today is day 2 in Delhi and we are in Ugrasen Ki Bavoli. അഗ്രസൻ കി ബവോലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അഗ്രസെന്നും മുഗ്രസെന്നും ബവോലിന്നും ബവോലിന്നും ഒക്കെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ്. 108 സ്റ്റെപ്സ് ഇതിനുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ നോക്കിയപ്പോൾ അത്രയും സ്റ്റെപ്സ് ഒന്നും കണ്ടില്ല. പക്ഷെ ഇതിൻ്റെ സൈഡുകളിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കാണുന്നുണ്ട്. മേ ബി ഇനി അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും 108 സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് ഒരു വാട്ടർ റിസർവോയർ സിസ്റ്റം പോലെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സമ്മർ സീസണിൽ വെള്ളത്തിൻ്റെയൊക്കെ ക്ഷാമം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ സ്റ്റെപ്സിൽ കൂടെ വെള്ളം ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ സ്റ്റെപ്സിൽ കൂടെ ചെന്നിട്ട് അവിടെ ടാങ്കിൽ ചെന്ന് ഇരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ കണ്ടത്. പിന്നെ ഇതിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടൊരു മോസ്ക് ഉണ്ടെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് ആണ് മോസ്ക് എന്ന്. സോ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ലോധി ഗാർഡൻ. ഇപ്പോൾ നമ്മൾ ലോധി ഗാർഡനിലാണുള്ളത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയൂ. ലോധി ഗാർഡൻ ഈസ് ആക്ച്വലി ആൻ ആർട്ടിഫിഷ്യൽ ഗാർഡൻ. അത് 1936 മുതലുള്ള സംഭവമാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ആഫ്റ്റർ സം ഏതാണ് ലോധി ഡൈനാസ്റ്റിക്ക് ശേഷം അല്ലേ,